നമ്മൾ റാൻഡായിട്ടൊരു മാളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റോറിന് മുന്നിൽ നിന്ന് അവിടുത്തെ ഒരു സെയിൽസ്മാനെ നമുക്കൊരു ചെറിയ പീസ് ചോക്ലേറ്റ് നമുക്ക് നീട്ടാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമോ, നമ്മളുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഐറ്റം ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പീസ് ഓഫ് ചോക്ലേറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാണ്. നമ്മളിത് കഴിച്ചു നോക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഒരാൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്തതും കൂടെയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനോടൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് സൈക്കോളജിക്കലി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് സാർ, ടേസ്റ്റ് ഉണ്ടോ ചോദിക്കുന്നു. അപ്പോൾ പറയും നല്ല ടേസ്റ്റ് ഉണ്ട്, ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റ് ഫീലാണ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ നീട്ടിത്തരാണ് നമ്മുടെ മുമ്പിൽ. നമ്മുടെ പുതിയൊരു ഒരു വെറൈറ്റി ഓഫ് ചോക്ലേറ്റ് ആണ്, ബോക്സ് ഓഫ് 9 ഇത്ര രൂപയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കാരണം നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മളത് വാങ്ങുന്നു, തിരിച്ചു പോകുന്നു. അവിടെ വർക്കാവുന്ന ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കസി എന്ന് പറഞ്ഞിട്ട് സൈക്കോളജിയാണ്. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ബ്രെയിനിന് സ്വാഭാവികമായിട്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ താങ്ക്സ് പറയും, നല്ലൊരു ചിരി കൊടുക്കും. ഈ രൂപത്തിൽ ഒന്നും വേണ്ട, ഒരാൾ നല്ല രീതിയിൽ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നല്ലൊരു ചിരി കൊടുക്കും. അതിൻ്റെ ഒക്കെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കസി എന്നുള്ളതാണ്. അപ്പോൾ ബ്രെയിനിന് ഡീഫാൾട്ടായിട്ട് ഈ ഒരു സ്വഭാവം കാണിക്കും. അപ്പോൾ ഇത്തരത്തിൽ കടകൾ അല്ലെങ്കിൽ ബിസിനസ്സുകളൊക്കെ സാമ്പിളിങ് ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. അല്ലാണ്ട് വെറുതെ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമല്ല. ഒരാൾ ചിരിച്ചുകൊണ്ട് നമുക്കൊരു സാധനം ഗിഫ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ചെന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോട്ടിലായിരിക്കും നമ്മുടെ ബ്രെയിൻ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് അവരുടെ പ്രൊഡക്റ്റ് നമ്മുടെ മുമ്പിൽ വില അടക്കം നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും അതുകൊണ്ട് ഒരു സെയിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതെല്ലാവരും ചെയ്യുന്നുള്ളതല്ല, പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും ഇതിനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ആ സെയിൽസ്മാന് അതിനെ മാനേജ് ചെയ്തിട്ട് പ്രൊഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്തിട്ട് സെല് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ സെയിൽ ക്രിയേറ്റ് ആവും. ഇതൊരു ഒരു ടെക്നിക്കാണ്, സൈക്കോളജിക്കലായിട്ടുള്ള ടെക്നിക്കാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ടെക്നിക്കുകൾ നമ്മൾ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സെയിൽസ്മാനാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്മാനാണ് ഏറ്റവും കൂടുതൽ സൈക്കോളജി ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതൊക്കെ നമ്മളെ ബിസിനസ്സിലും ചെയ്യാറുണ്ട്, സാമ്പിൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം കറക്റ്റ് പലപ്പോഴും മനസ്സിലാക്കാറില്ല. ഈ സാമ്പിളിങ്ങിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്നുള്ളതും ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ റീസൺ ഉണ്ടെന്നുള്ളതും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാമ്പിളിങ് എന്നുള്ളൊരു പ്രോസസ്സിനെ ഒന്നും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. സാമ്പിളിങ്ങിൽ ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് വെറുതെ ഇങ്ങനെ ഗിവ് അവേ പോലെ കൊടുക്കുക എന്നുള്ളതല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് അത് സെയിൽസ് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ഈ സ്റ്റോർസിൽ മാത്രമല്ല, നമുക്ക് പലപ്പോഴും സൈറ്റിലൊക്കെ ആഡ് കാണുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ വരും. അതിന് ലീഡ് ജനറേഷൻ എന്നൊക്കെ പറയും, ലീഡ് മാഗ്നറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പേര് വിവരങ്ങളൊക്കെ വാങ്ങുന്നുണ്ടാവും. അത് വേറെ തന്നെ ഒരു ഉദ്ദേശത്തിലാണ്. പക്ഷെ അവിടെയും നമ്മൾ ഈ സാമ്പിളിങ്ങിൻ്റെ ഈ റെസിപ്രോക്കസി എന്നുള്ളൊരു എഫക്റ്റ് നടക്കുന്നുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരാൾ തരികയാണ്. എന്തെങ്കിലും ഒരു ഗൈഡ് ബുക്ക് ആയിരിക്കും, നിങ്ങൾ ബിസിനസ് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗൈഡ് ബുക്ക് ആയിരിക്കും, ഒരു ബുക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത്രയും ബിസിനസ്സുകൾ, ഒരു 100ഓളം ബിസിനസ്സുകൾ യൂസ് ചെയ്ത് തെളിയിച്ചിട്ടുള്ള സെയിൽസ് ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഭയങ്കര വാല്യുബിൾ ആണ്, ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വാല്യുബിൾ ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഒരാൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യണം. സ്വാഭാവികമായിട്ടും തിരിച്ചെന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ടെൻഡൻസിയിലാണ് നമ്മൾ പലപ്പോഴും അവരുടെ സൈറ്റ് മൊത്തത്തിലൊന്ന് കയറി നോക്കുന്നുണ്ട്, അവരുടെ മറ്റ് വീഡിയോസ് കയറി നോക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ആവശ്യത്തിനാണെങ്കിൽ കൂടി അവിടെ ഈ ഒരു റെസിപ്രോക്കസി എന്നുള്ള ഒരു കസ്റ്റമർ സൈക്കോളജി വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിലും ഈ സാമ്പിളിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ റെസിപ്രോക്കസി എന്നുള്ളൊരു കസ്റ്റമർ സൈക്കോളജി വർക്കൗട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിൽ ഇതിൻ്റെ കൂടുതലും ഒരുപാട് ടെക്നിക്സുകളും സൈക്കോളജിക്കൽ റീസൺസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയ്ക്ക് കസ്റ്റമർ സൈക്കോളജി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ കസ്റ്റമർ സൈക്കോളജി വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.